ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ എന്തായാലും കുറേ നേരം കിടന്ന് ഉറങ്ങി. സാധാ ക്ലാസ് കട്ട് ചെയ്തൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരു മനസ്സമാധാനക്കേടാണല്ലോ. അപ്പോൾ ഇന്നെന്തായാലും കുറേ നേരം ഉറങ്ങി. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ ഊത്തപ്പമാണ്. എനിക്കത് അത്ര ഇഷ്ടമല്ല, അത്രയും നല്ല തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഗൗരി ഇന്ന് എനിക്ക് ബ്രെഡ് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗരി എൻ്റെ റൂംമേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് ഭൂരിഭാഗം ഹോസ്റ്റലിലായിരിക്കും. പിന്നെ 3:30-ക്ക് ARM കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നാളെ ഫോറൻസിക്കിൻ്റെ വൈവ ഉണ്ട്. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ദാ ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂം കേട്ടോ. എല്ലാവരും ഉറങ്ങുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒരറ്റത്തു നിന്ന് അങ്ങ് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ നാളെ ഫോറൻസിക്കിൻ്റെ വൈവയാണ്. അപ്പം നാളെ എന്തൊക്കെയാണ് പഠിക്കാനുള്ള ടോപ്പിക്സ് നമുക്ക് ഈ ബുക്കിൽ എഴുതി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഗൗതം ബിശ്വാസാണ് വായിക്കേണ്ടത്. പക്ഷേ വൈവ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് പെട്ടെന്ന് പഠിക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്നത് ഇഗ്നേഷ്യസ് ആണ് കേട്ടോ. ശരിക്കും ഗൗതം ബിശ്വാസാണ് നല്ല ബുക്ക്. ഇഗ്നേഷ്യസ് ഇത്തിരി കൂടെ സിമ്പിളാണ്. ഇങ്ങനെ ഇപ്പം നാളെ വൈവ, മറ്റന്നാൾ വൈവ അങ്ങനെയൊക്കെ പറയുമ്പോൾ പഠിക്കാൻ ഇത്തിരി കൂടെ എളുപ്പം ഇഗ്നേഷ്യസ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ, അപ്പോൾ ഫോറൻസിക്കിൻ്റെ ടെക്സ്റ്റ് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫോറൻസിക്കിൻ്റെ ടെക്സ്റ്റ്. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇതിങ്ങനെ തൊടുന്നതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡെഡ് ബോഡീസിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതിനകത്തിൽ, കണ്ടോ, ഹാങ്ങിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തൊടുന്നതൊക്കെ ആദ്യം എനിക്കൊരു ഇത്തിരി പേടിയായിരുന്നു. എന്നുവെച്ചാൽ പ്രേതത്തെയൊക്കെ പേടിയുള്ള ടീമാണല്ലോ നമ്മൾ. ഇപ്പോൾ പിന്നെ യൂസ്ഡായി, കണ്ടോ, ഇതിനകത്തിൽ ഒത്തിരി ഇങ്ങനത്തെ ഫോട്ടോസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരി, ഇനി പഠിക്കാം. കേട്ടിട്ടുള്ളത് വെച്ചിട്ട് സാധാ സൺഡേ ആണ് എല്ലാ ഹോസ്റ്റലിലും നല്ല ഫുഡ്. നമ്മുടെ ഹോസ്റ്റലിൽ നേരെ തിരിച്ചാണ് കേട്ടോ. രാവിലെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയായിരുന്നു. അപ്പോൾ മുഖത്തൊരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി നമുക്ക് റെഡിയായിട്ട് കാണാം. അത് സാഗർ PV ആയിരുന്നല്ലോ. നല്ലത് നിന്നവനെ ഇന്ന് ശരിയാക്കി കേട്ടോ. നിന്നേടാ, എടാ പിടിയടാ, അവനെ പിടിയടാ, തിരിയടാ തിരിയടാ. ക്യാമറ ഫ്രണ്ട്ലി അതുപോലെ ഇവിടെ
അങ്ങനെ കറക്കം കം ടു ആൻ എൻഡ്. എന്തായാലും നാളെ പഠിച്ചില്ലെങ്കിൽ ഒരിക്കും എല്ലാവരും കൂടെ. അപ്പോൾ നമുക്ക് പഠിക്കാം.